ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം സർവേശ്വരൻ അതിശയകരമായി നമ്മളെ വഴി നടത്തിയതിന് ദൈവത്തിന് നന്ദി പറയുകയും നാളത്തെ വിശുദ്ധ കുർബാനയ്ക്കായി നമുക്ക് ഒരുങ്ങുകയും ചെയ്യാം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം, കർത്താവ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് എന്തിന്? ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനങ്ങൾ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യവും വെളിപാട് 3:20 യോഹന്നാൻ 10:10 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനുമാണ്. വെളിപാട് 3:20 എഴുതിയിരിക്കുന്നത്: ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. യോഹന്നാൻ 10:10 എഴുതിയിരിക്കുന്നത് കർത്താവ് എന്തിനു വരുന്നു, കള്ളൻ അഥവാ സാത്താൻ എന്തിന് നമ്മുടെ അടുത്തേക്ക് വരുന്നു? കർത്താവ് വരുന്നത് ജീവൻ നൽകാനാണെങ്കിൽ സാത്താൻ വരുന്നത് ആ ജീവൻ അപഹരിക്കാനാണ്. രണ്ടാമത്തെ വചനത്തിൽ കാണുന്നത് കർത്താവിൻ്റെ സ്വഭാവ രീതിയാണ്. വാതിൽക്കൽ വന്ന് മുട്ടും, ആരെങ്കിലും സ്വരം കേട്ട് തുറന്നാൽ ഞാൻ അകത്തേക്ക് പ്രവേശിക്കും. നമ്മുടെ അനുവാദം കൂടാതെ ഒരിക്കലും കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരികയില്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്താൽ മാത്രമേ കർത്താവ് നമ്മുടെ ഉള്ളിലേക്ക് വരികയുള്ളൂ. ഒരു ഭവനത്തിന് അനേകം വാതിലുകളുണ്ട്. ഹൃദയമാകുന്ന വാതിലിലാണ് കർത്താവ് മുട്ടുന്നെങ്കിൽ ബാക്കിയുള്ള അനേകം വാതിലുകൾ നമ്മൾ ചിലപ്പോൾ അറിയാതെ തുറന്നിട്ടിരിക്കും. ആ വാതിലിൽ കൂടിയാണ് കള്ളൻ പ്രവേശിക്കുന്നത്. അത് ചിലപ്പോൾ നുണയുടെ വാതിലായിരിക്കാം, അല്ലെങ്കിൽ അഹങ്കാരത്തിൻ്റെ വാതിലായിരിക്കാം, അല്ലെങ്കിൽ പരദൂഷണത്തിൻ്റെ വാതിലായിരിക്കാം, അല്ലെങ്കിൽ ഞാനെന്ന ഭാവത്തിൻ്റെ വാതിലായിരിക്കാം. ഈ നോമ്പ് കാലങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ഈ അറിയാതെ തുറന്നു കിടക്കുന്ന വാതിലുകളെ മനഃപൂർവ്വമായി നമ്മൾ അടച്ചിടാൻ ശ്രമിക്കണം. കർത്താവിന് വേണ്ടി നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കണം. വീണ്ടും യോഹന്നാൻ 10:10 ഞാൻ വരികയാണ്. കർത്താവ് വന്നിരിക്കുന്നത് ജീവൻ നൽകാനാണ്, അത് സമൃദ്ധിയായി നൽകാനാണ്. നമുക്ക് നമ്മുടെ മുമ്പിൽ കർത്താവിൻ്റെ ജീവൻ ലഭിക്കുന്ന ഒരു വഴി എന്ന് പറയുന്നത്, നമ്മുടെ കൺമുമ്പിൽ നമ്മുടെ കാണുവാനും നമ്മൾക്ക് നാവിന്മേൽ രുചിച്ചറിയുവാനും സാധിക്കുന്നത് വിശുദ്ധ കുർബാനയാണ്. ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ശരീരവും രക്തവുമാണ്. പുരോഹിതൻ അതെടുത്ത് വാഴ്ത്തുമ്പോൾ അത് ശരീരവും രക്തവുമായി മാറുന്നു എന്ന് നമ്മൾ പൂർണ്ണമായും ആത്മാർത്ഥമായും നമ്മൾ വിശ്വസിക്കണം. എങ്കിൽ മാത്രമേ ആ ജീവൻ നമ്മളിലേക്ക് പകരുകയുള്ളൂ. ഒരു വാക്യമുണ്ട്: നീ അളക്കുന്ന അളവിൽ നിനക്ക് അളന്ന് കിട്ടും. നമ്മൾ ഏത് രീതിയിൽ വിശ്വസിക്കുന്നുവോ ആ രീതിയിലാണ് അത്ഭുതങ്ങൾ അല്ലെങ്കിൽ കർത്താവിൻ്റെ ജീവൻ നമ്മളിലേക്ക് പകരുന്നത്. വിശുദ്ധിയോടുകൂടി കുർബാന നമ്മൾ സ്വീകരിക്കുകയും കുർബാന നമുക്കൊരു അനുഭവമായി മാറുകയും ചെയ്യണം. നാളത്തെ വിശുദ്ധ കുർബാനയിൽ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: കർത്താവേ, നിൻ്റെ സ്വരം കേൾക്കുവാനുള്ള വലിയൊരു കൃപ കർത്താവേ നീ എനിക്ക് തരണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നാളത്തെ ദിവസത്തിലേക്ക് നമുക്ക് കടക്കാം. നല്ല ഒരു ഞായറാഴ്ച ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.